പെൻഷൻ ഫണ്ട് സ്വകാര്യവൽക്കരിച്ചു. പെൻഷൻ ഫണ്ടിൽ 25% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന നിലയുണ്ടായി. ദേശീയ ഫാർമസ്യൂട്ടിക്കൽ വിലനയം പ്രഖ്യാപിക്കുന്ന നില വന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായി ബഹുരാഷ്ട്ര കുത്തകകൾക്ക് അമിത ലാഭത്തിന് സൗകര്യം നൽകാനുണ്ടായി. ഇത് വരുന്നത് ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത് സാധാരണ ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവിന്. ഈ മരുന്നുകളുടെ കാര്യത്തിൽ ചെലവിനെ അടിസ്ഥാനമാക്കിയല്ല വില, മാർക്കറ്റിനെ അടിസ്ഥാനമാക്കിയ. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ നല്ലതുപോലെ ആവശ്യമുള്ള മരുന്നിന് തോന്നിയ വില ഈടാക്കുക. ഇത് വിദേശ കമ്പനികൾക്കും ഇന്ത്യയിലെ കുത്തകകൾക്കും മെച്ചമുണ്ടാക്കാൻ വേണ്ടി സ്വീകരിച്ചതാണ്. എന്നാൽ അതിനോടൊപ്പം ഇവർക്കെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാക്കാൻ വലിയ തോതിലുള്ള നികുതി ഇളവും കുത്തകകൾക്ക് അനുവദിച്ചിരുന്നു.